സലാലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പാക്കിങ്ങിലാണ്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 3:30 ആയി. ഇപ്പോൾ പോയാൽ 3 ബിരിയാണി കഴിച്ച ഏകദേശം ആദ്യം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചായ അടിക്കാൻ പുതിയായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ല ചായ കിട്ടുമെന്ന് അറിയില്ല. അതിനെക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ചായ ചൂടുണ്ടോ? അപ്പോൾ ചൂടില്ലാണ്ടോ ബിസ്ക്കറ്റ് വേണോ? നല്ല ചൂടുണ്ട്. ഇവിടെ എത്ര ഡിഗ്രി ഉള്ളത്? 41 അവിടുത്തെ നല്ല തീറ്റയിലാണ്. നേരത്തെ ചായ വേണ്ടെന്നൊക്കെ പറഞ്ഞതാ. ഇപ്പൊ ദൈവം ചായയും ബിസ്ക്കറ്റും കഴിക്കും. ചെയ്യാ ഇപ്പൊ 6:30 ഇനിയൊരു 700 കിലോമീറ്റർ ഇനി പോകാനുണ്ട്. സംതിങ് ഒരു 6.5 മണിക്കൂർ യാത്ര ഇനിയുണ്ട് സലാലയിൽ. ഇപ്പൊ ഏകദേശം ഹൈമയിൽ എത്താനായിട്ടുണ്ട്. 713 കിലോമീറ്റർ ഇനി ബാലൻസ് ഉണ്ട്. നല്ല പൊടിക്കാറ്റാണ്. രാത്രി മാക്സിമം ഒഴിവാക്കുക, പകലുള്ള യാത്രകൾ മാക്സിമം സലാലേക്ക് പിടിക്കുക. ഇപ്പോൾ ഹൈമ മുതൽ നമുക്ക് അങ്ങോട്ട് റോഡ് എന്ന് പറഞ്ഞാൽ 1 വേ അല്ല 2 വേ വരുന്നത്. അതിനെക്കൊണ്ട് തന്നെ രാത്രി ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും യാത്ര തുടങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. बांग्लादेश का अभी पूरा आदमी को अभी यहाँ से नहीं किया ना बस उधर ही सोएगा. अभी आएगा तो सीधा काट करेगा. 15 साल बहुत तंग किया. 15 साल. हाँ, अभी मोदी के साथ उधर घर बनाओ, उधर ही सो जाओ. फिर वापस नहीं आने का हम लोग. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിക്കാണ്ട് പാർസൽ വാങ്ങി കാറിന് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോലാണ്. പൊറാട്ടയും ചിക്കനും കഴിക്കാനുള്ള മൂടില്ല. അതിനെക്കൊണ്ട് ദിങ്കർ വാങ്ങി. ദിങ്കർ ക്ലബ് അടിച്ചിട്ട് പോവാം. ഒക്കെ ലൈറ്റ് ആക്കി നമ്മൾ ഇറങ്ങിയിട്ടില്ല അതുവരെ. അപ്പോൾ നമ്മൾ ഹൈമയും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സലാല ഏകദേശം എത്താനായി. തുംറിയത്തും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം പറഞ്ഞാൽ ഒരു 12 മണിക്കൂർ മസ്കത്ത് ടു സലാലയിലേക്ക് നമുക്ക് എടുത്തിട്ടുണ്ട്. അതിൽ 1-2 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിർത്തി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ചെക്കിങ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചുരം ഇറങ്ങുകയാണ്. ഒറ്റ പ്രശ്നം ഇനി നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കേ. ഇപ്പോൾ ഫോട്ടോ എടുക്കണം. 1 2 3 സ്റ്റാർട്ട്. ചിച്ചിലി മറ്റേ ചോറാണ്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കിടക്കീഴായി കുറവുണ്ട് കേട്ടോ. അല്ലാണ്ട് കണ്ണ് കാണല്ലോ മൊത്തത്തിൽ. കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ 3 മണി രാത്രി 3 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. അങ്ങനെ എല്ലാം കൂടി ആദ്യം പറഞ്ഞ റൂം കിട്ടാണ്ടായി. പിന്നെ അങ്ങനെ വേറെ ഫ്രണ്ടിൻ്റെ വഴി റൂം കിട്ടി. അന്നൻ്റെ ഫ്രണ്ട് വഴി റൂം കിട്ടി. അതിന് ശേഷം നമ്മളെന്തായി ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങി. രാവിലെ തന്നെ എണീച്ച് ഒരു പൊലിച്ച ഒരു 6 മണിക്ക് തന്നെ എണീച്ച്. പിന്നെ നമുക്ക് രാവിലെ തന്നെ ഷാത്ത് വ്യൂ പോയിൻ്റ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടുത്തെ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എന്താക്കി ഷാത്ത് വ്യൂ പോയിന്റിലേക്ക് അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഷാത്തിൻ്റെ ആ പിന്നെ ചുരം കയറി കഴിഞ്ഞ പാട് ഒന്നും കാണുന്നില്ല. റോഡ്
റോഡും കാണുന്നില്ല, സൈഡും കാണുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. ആ ഇതിപ്പോ പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ആദ്യം ഇങ്ങനല്ലേ. വാവ്, ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയില്ലേ. ആദ്യം ഇവിടെ ചെറിയൊരു സ്പേസ് ആയിരുന്നു. ഓ ഇതെന്താ കാറ്റ്. ഇവിടെ കടലാണ്, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. കോട മൂടി കളിക്കുന്ന പോലെ. സത്യം പറഞ്ഞാൽ വണ്ടിയൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല. ഒരാള് നിന്നാൽ പോലും കാണൂല. അപ്പുറത്തെ കുറെ ആൾക്കാരുണ്ട്, പൊടി പോലെ കാണുന്നുണ്ട്. നമ്മളപ്പോ ഒരാൾ വന്നില്ല. ഇവിടെയൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ ആവോ. സലാലയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഷാത്ത് വ്യൂ പോയിന്റ്. സലാലയിൽ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലവുമാണ്. ഇവിടെ ഇപ്പം മൊത്തം കോട മൂടി കിടക്കുകയാണ്. ആ വ്യൂ ഒന്നും നമുക്ക് നല്ലോണം കാണാൻ പറ്റിയില്ല. താഴെ കടലാണ് വരുന്നത്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റാണ് എന്താ പറയുക, എൻജോയ് ചെയ്യാനാണ്, പൊളിയാണ്. ഷാത്ത് വ്യൂ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ വരുന്നത് ഹിഡൻ ബീച്ചിലേക്കാണ്. ഹിഡൻ ബീച്ച് കാണുന്ന ഒരു കിടിലൻ വ്യൂ ആണ്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഹലോ, മാറണം. ഈ ഒരു വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്നത് മുക്സൈൽ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ മുക്സൈൽ ബീച്ച് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയി അതിന് ശേഷം ഫുഡ് കഴിക്കാനാണ് പോയത്. മസ്കത്തിലൊക്കെ ഫേമസ് ആയി നിൽക്കുന്ന മൂസാൽ ബലൂച്ചിയിലത്തെ മന്തിയാണ് പോയത്. ഇപ്പോൾ അത് സലാലയിലും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി കഴിച്ചത് ഞങ്ങളെ ഫേവറേറ്റ് ഫുഡായ മട്ടൻ ഷുവ, അതായത് ഒമാനി ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന മട്ടൻ ഷുവ ആണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചത്. മസ്കത്തിലുള്ളതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും സംഗതി ഓക്കെ ആയിരുന്നു. ഫുഡൊക്കെ രസമുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് നേരെ റൂമിലേക്കാണ് പോയത്. നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഒന്നാമത് 10-12 മണിക്കൂർ യാത്ര ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാണ്ടാണ് ഇവിടേക്കൊക്കെ വന്നത്. പിന്നെ ഫുഡും കഴിച്ച് നേരെ റൂമിൽ പോയി കുറച്ച് ഉറങ്ങി അങ്ങോട്ട്. പിന്നെ രാത്രിയാണ് ഇറങ്ങിയത്. രാത്രി നമുക്ക് പോകാൻ വിചാരിച്ചത് ഇത്തീൻ്റെ സൂക്കുണ്ട്, അവിടേക്കാണ് നമ്മൾ പോയത്. പരിപാടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്.
കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സലാല ഫത്തീറ കഴിക്കാനാണ് പോയത്. ഫത്തീറൻ്റെ അപ്പുറം മിഷ്കാക്കും കഴിക്കാനാണ് പോയത്. മിഷ്കാക്കും ഫത്തീറയും എല്ലാ വരവിലും നമ്മൾ കഴിക്കാറുണ്ട്. സലാല ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മന്തെൻഡുകൾ അല്ല വീക്കെൻഡുകളിലൊക്കെ വന്ന് കഴിക്കാറുണ്ടായിരുന്നു. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന കേട്ടോ. ആണോ? കരിഞ്ഞതാ വണ്ടി. സലാലൻ്റെ സ്പെഷ്യൽ സാധനമായി നമ്മളിപ്പോൾ സലാലയിൽ വന്നാൽ മസ്റ്റായിട്ട് തിന്നുന്ന സാധനമാണ് ഫത്തീറ. അത് പിന്നെ ചീസും പ്ലസ് ഹണി, അതാണ് എനിക്കിഷ്ടം. ഞാനതിങ്ങനെ എടുക്കൽ ഇങ്ങനെ കഴിക്കും. പൊളി. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ എന്താക്കി പിന്നെ നമ്മൾ റൂമിൽ പോവുകയാണ്. ഇനി അടുത്ത് നാളെ എവിടേക്കൊക്കെ പോകുന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അടുത്ത പാർട്ട് എന്തായാലും മസ്റ്റായിട്ട് കാണുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.